വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ എല്ലാ ഷാലോം പ്രേക്ഷകരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ മീഡിയയും ഈ ധ്യാനങ്ങളും എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും എല്ലാം ലക്ഷ്യമെന്താണ്? നിങ്ങളെ ഓരോരുത്തരെയും ആത്മീയമായിട്ട് ഒരുക്കുക, വിശുദ്ധീകരിക്കുക, ആത്മീയ പരിശീലനം നൽകി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ വിശുദ്ധമായ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെയും ലക്ഷ്യം തന്നെ. നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഫോർമേഷൻസ് അല്ലെങ്കിൽ പരിശീലനങ്ങൾ വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഒരു അധ്യാപകനായി മാറണമെങ്കിൽ അവിടെയും പരിശീലനമുണ്ട്. പരിശീലനത്തിലൂടെ പരീക്ഷ എഴുതി അതിൽ യോഗ്യതയുള്ളവരായി കാണുന്നവരെയാണ് അധ്യാപകരായി അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് മേഖലയിലായാലും അവർക്കതിനു മുമ്പ് പരിശീലനമുണ്ട്. അവരെ വേണ്ട വിധം പരിശീലിപ്പിച്ച് ഒരുക്കി യോഗ്യരാക്കി അവരെ മാറ്റുകയാണ് അതിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് ആകണമെങ്കിൽ, നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് ചില വർഷങ്ങൾ അവർക്കുള്ള പരിശീലനങ്ങൾ നടത്താറുണ്ട്. ഇതുപോലെ തന്നെ യേശുവും ശിഷ്യന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരെ, ഒരു 12 പേരെ യേശു തെരഞ്ഞെടുത്തു. എന്തിനാണ്? എനിക്ക് ശേഷം ഞാൻ തുടങ്ങി വെച്ച ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്യുവാൻ, അത് തുടർന്നുകൊണ്ട് സഭയെ വളർത്തുവാൻ, ലോകമെങ്ങും ഈ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി യേശു 3.5 വർഷക്കാലം ഈ 12 പേരെ കൊണ്ടു നടന്ന് പരിശീലിപ്പിക്കുകയായിരുന്നു. അവരെ യോഗ്യരാക്കി അവരെ മാറ്റുകയായിരുന്നു യേശുവിൻ്റെ ഈ ലക്ഷ്യം. നമ്മൾ എന്തിനാണ് കുഞ്ഞുങ്ങളെ തല്ലുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാതൊരു അറിവുകളുമില്ല, ഒരറിവുമില്ല അവർക്ക്. ആ ശിശുക്കളായിരിക്കുന്ന അവർക്ക് ഒത്തിരി അബദ്ധങ്ങളും തെറ്റുകളും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒരു ശിക്ഷണമാണ്, ഉപദേശിക്കുന്നത് ഒരു ശിക്ഷണമാണ്, വഴക്ക് പറയുന്നതും ഒരു ശിക്ഷണമാണ്. പല പ്രാവശ്യം നമ്മൾ ഉപദേശിച്ചിട്ടും നാം പറയുന്നതനുസരിച്ച് അവർ ചെയ്യാതെ വന്നാൽ, അനുസരിക്കാതെ വന്നാൽ നമ്മൾ വടിയെടുത്ത് കുട്ടികളെ തല്ലാറുണ്ട്. വടിയെടുത്ത് നമ്മൾ തല്ലുമ്പോൾ അത് അവരുടെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കും. എന്തിനാണ് എന്നെ തല്ലിയത് എന്ന് അവരുടെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ പിന്നീട് അങ്ങനൊരു അവസരത്തിൽ ഈ കാര്യം അവരുടെ മനസ്സിലേക്ക് വരും. തെറ്റിൽ നിന്ന് അകലുവാൻ അത് കാരണമായി മാറും. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കുന്നത് ഒക്കെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ സ്വഭാവ രൂപീകരണം, ക്യാരക്ടർ ഫോർമേഷൻ അതിലൂടെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്
ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അതിനായി നമുക്കൊരുങ്ങാം. അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിന്താ വിഷയം ദൈവത്തിൻ്റെ വെട്ടിയൊരുക്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വെട്ടിയൊരുക്കൽ, ദൈവം വെട്ടിയൊരുക്കുന്നവനാണ്. അതിന് പറ്റിയ അനേകം ഉപമകൾ, ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം തന്നെ ഒരു തോട്ടക്കാരനാണെന്നും തോട്ടം നോക്കുന്നയാളാണ് യേശുവെന്നും ഒക്കെ മനോഹരമായ കഥകൾ ബൈബിളിലുണ്ട്. അപ്പോൾ ദൈവം മക്കളായ നമ്മെ, പ്രിയമുള്ളവരെ, വെട്ടി ഒരുക്കാറുണ്ട്. ദൈവം മക്കളായ നമ്മളെ വെട്ടി ഒരുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവം ആഗ്രഹിക്കുന്ന ആ സ്വഭാവ രൂപീകരണത്തിലേക്ക്, ആ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക്, ആ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരപ്പെടുവാൻ ദൈവം നമ്മളെ വെട്ടിയൊരുക്കുന്നു. വെട്ടിയൊരുക്കൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? വെട്ടുമ്പോൾ വേദനിക്കും, ശരീരം വേദനിക്കും, ചിലരുടെ മനസ്സ് വേദനിക്കും. പക്ഷേ നമ്മളെ വെട്ടിയൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് വേണ്ടിയാണ്. ഹെബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ഇങ്ങനെയാണ് തിരുവചനം വായിക്കുന്നത്: താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ അവിടുന്ന് പ്രഹരിക്കുകയും ചെയ്യുന്നു. താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു, താൻ മക്കളായി സ്വീകരിച്ചവരെ അവിടുന്ന് പ്രഹരിക്കുകയും ചെയ്യുന്നു. പ്രഹരിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ ശിക്ഷണങ്ങൾ നമുക്ക് നൽകുന്നു. ശിക്ഷയല്ല ദൈവം തരുന്നത്. ദൈവം നമുക്ക് ശിക്ഷ നൽകാറില്ല, എന്നാൽ ശിക്ഷണങ്ങൾ നമുക്ക് നൽകാറുണ്ട്. മാതാപിതാക്കൾ മക്കൾക്ക് ശിക്ഷണമാണ് കൊടുക്കുന്നത്, ശിക്ഷയല്ല. ശിക്ഷ കൊടുക്കുന്നത് കോടതിയാണ്. അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നത്, നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ മക്കളായ നമുക്ക് ദൈവം നൽകുന്നത് ശിക്ഷണമാണ്. മക്കളായി സ്വീകരിച്ചവരെ നമുക്ക് ശിക്ഷണം നമുക്ക് നൽകുന്നു. നമ്മളെ ഒരുപക്ഷെ വടിയെടുത്ത് അപ്പൻ മക്കളെ തല്ലുന്നത് പോലെ. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് അവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ കുട്ടികളിരുന്നാൽ ബീഡി വലിക്കുകയാണ് എന്ന് വിചാരിക്കുക. അവൻ ബീഡി വലിക്കുകയാണ്, ആരും കാണാതെ കുറച്ച് കുട്ടികളിരുന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു. വഴിയിറമ്പിൽ തന്നെ ഒതുങ്ങിയ സ്ഥലത്തിരുന്ന ഇവർ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കുട്ടി അതിനകത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ ഒരു കുട്ടി, എൻ്റെ കുട്ടി അതിനകത്ത് ഇരുന്ന് അവനും ഇതിനകത്തിരുന്ന് ബീഡി വലിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് എന്തെങ്കിലും വലിക്കട്ടെ, വലിച്ചു കഴിയുമ്പോൾ വീട്ടോട്ട് പൊക്കോളും എന്ന് ഞാൻ വിചാരിക്കുമോ? ഇല്ല. ഞാൻ ഓടിച്ചെന്ന് പറ്റുമെങ്കിൽ ചെറിയ വടിയെടുത്ത് അവനെ തല്ലി വീട്ടിൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നമ്മൾ, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞ്, പറ്റുമെങ്കിൽ ഒരു ചെറിയ വടിയെടുത്ത് നമ്മൾ അവനെ തല്ലി അവനെ വീട്ടോട്ട് പറഞ്ഞു വിടും. കാരണം എന്താ? എൻ്റെ മകനായതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് അവനെ വഴക്ക് പറയുകയോ അവനെ പിന്തിരിപ്പിച്ച് ഒരു വടിയെടുത്ത് തല്ലി അവനെ വീട്ടോട്ട് വിടുകയോ നമ്മൾ ചെയ്യും. എന്തിനാണ്? ആ തെറ്റിൽ അവൻ അകപ്പെടരുത്, അതിൽ തുടരുത്. അതുകൊണ്ട്. എന്നാൽ എൻ്റെ മകനില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ സംഭവം തന്നെ കാണുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ചില കുട്ടികളൊക്കെയാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികളാണെങ്കിൽ
ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്തു പോകുന്നത്, നമുക്ക് വിഷമം തോന്നിയാലും നമ്മളതിനകത്ത് ഇടപെടാറില്ല, നമ്മളവരെ വഴക്ക് പറയാറില്ല, തല്ലാറില്ല. കാരണം നാട്ടിലെ പിള്ളേരാ, വല്ലവരുടെയും പിള്ളേരാ, അവരെ നമ്മൾ തല്ലാൻ പാടില്ല. തല്ലിയാൽ വിഷയം ഉണ്ടാകും. പക്ഷേ എൻ്റെ കുട്ടിയാണെങ്കിൽ നമ്മൾ തല്ലും. അപ്പോൾ താൻ സ്നേഹിക്കുന്നവരെ കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിച്ചവരെ അവിടുന്ന് നമുക്ക് ഇതാ ശിക്ഷണം നൽകുന്നു, നമ്മളെ പ്രഹരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആത്മീയ മണ്ഡലത്തിലും പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിലും ഇതുപോലെ ദൈവം നമ്മളെ മക്കളായി സ്വീകരിച്ചത് കൊണ്ട് നമ്മളെ ശിക്ഷിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശിക്ഷണം നൽകാറുണ്ട്, നമ്മളെ പ്രഹരിക്കാറുണ്ട്. എന്തിനാണ്? ദൈവത്തിൻ്റെ മകനായ നമ്മൾ ദൈവത്തിൻ്റെ അഥവാ അപ്പൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറണം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ശിക്ഷണങ്ങൾ നൽകുന്നത്. ആ ശിക്ഷണങ്ങൾ പലപ്പോഴും നമുക്ക് ഒരു വേദനയായിട്ടോ ദുഃഖമായിട്ടോ ഒക്കെ പലപ്പോഴും നമുക്ക് തോന്നാം. നമ്മുടെ കുഞ്ഞുങ്ങളെ തല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമാണോ ഉള്ളത്? ഒരു കുട്ടികൾക്കും നമ്മളോട് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് അപ്പന്മാരോട്. അപ്പന്മാരോട് ഇഷ്ടമില്ല. കാരണം അപ്പന്മാരാണ് അമ്മയേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറുള്ളത്, കുഞ്ഞുങ്ങളെ വഴക്ക് പറയാറുള്ളത്. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ചില തകർച്ചകൾ, ചില തടസ്സങ്ങൾ, ചില പ്രതികൂലങ്ങൾ, നമ്മൾ ആശിച്ചത് കിട്ടാതെ വരുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ അനുവദിക്കാം, ദൈവം നമുക്ക് നൽകാം. മനസ്സിലായോ? എന്തിനാണ്? അപ്പോൾ നമ്മൾ ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ, ദൈവത്തിൻ്റെ പരിശീലനത്തിലൂടെ കടന്ന് നമ്മൾ യോഗ്യതയുള്ളവരായി മാറുവാൻ, പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വെട്ടിയൊരുക്കുന്ന സന്ദർഭങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം തന്നെ അതിൻ്റെ 12-ാം അധ്യായം 10-ാമത്തെ തിരുവചനം, അവിടെ വചനം പറയുകയാണ്, ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കായും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. കണ്ടോ? ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത്. ദൈവം എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത്? നമുക്ക് കറക്ഷൻസ് നൽകിക്കൊണ്ട്, നമ്മളെ വെട്ടിയൊരുക്കുന്നതിലൂടെ, നമുക്ക് വേണ്ട ശിക്ഷണങ്ങൾ നൽകുന്നതിലൂടെ ഒക്കെ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുകയാണ്. എന്തിനാണ് പരിശീലിപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകുന്നതിനു വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ. അപ്പം നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത്, നമുക്കുള്ള വിളി എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ദൈവത്തിന് തുല്യമായ വിശുദ്ധി, ദൈവത്തിന് തുല്യമായ പരിശുദ്ധി, ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ കുറഞ്ഞതൊന്നുമല്ല. പലപ്പോഴും അല്ല, ഞായറാഴ്ച ദിവസം പള്ളിയിലും പോയി ഓടിച്ചു വിട്ടുള്ള രാത്രിയിൽ ഒരു കുരിശുവര പ്രാർത്ഥനയും നടത്തി, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നേർച്ചയ്ക്കും പോയി എണ്ണയൊഴിക്കാനും പോയി, ഇങ്ങനെയൊക്കെ നടക്കേണ്ടവരല്ല. ദൈവത്തിൻ്റെ അതേ നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഏത് ഡോക്ടർമാരും അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മക്കളും ഞാനിരിക്കുന്ന ഈ സ്ഥാനത്തേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഏതൊരു വലിയൊരു കമ്പനി നടത്തുന്ന ഒരു ബിസിനസ്മാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇരിക്കുന്ന ഈ പൊസിഷനിലേക്ക് എൻ്റെ മകനും വരണം, വളരണം എന്ന്. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നതും ഇതാണ്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പത്രോസ്ലിയ പറയുന്നില്ലേ, 1 പത്രോസ് അതിൻ്റെ 1:15 പറയുന്നില്ലേ, ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. നമ്മുടെ വിളി എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായൊരു വിളിയാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള വിളിയാണ് നമുക്കുള്ളത്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായിരിക്കാൻ വേണ്ടി ദൈവം വിളിക്കുന്നു. അപ്പനെ പോലെ മക്കളുമാകണമെന്ന് ഏതൊരപ്പന്മാരും ആഗ്രഹിക്കാറുണ്ട്. ഇത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ചേർന്ന അതേ നിലവാരത്തിലുള്ള വിശുദ്ധിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത്, നമുക്ക് ശിക്ഷണം നൽകുന്നത് എന്ന് എബ്രായ ലേഖന കർത്താവ് ഇതാ പറയുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 15-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2-ാമത്തെ തിരുവചനം പറയുകയാണ്, ഇതാ നിങ്ങൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് ഇതാ നിങ്ങളെ ഞാൻ വെട്ടിയൊരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ, കൂടുതൽ കായ്ക്കേണ്ടതിന് ദൈവം ഇതാ വെട്ടിയൊരുക്കുന്നു. എന്തിനാണ് ചെടികളൊക്കെ വെട്ടുന്നത്? മുന്തിരിവള്ളിയൊക്കെ അതിൻ്റെ ഫലമെടുത്തു കഴിയുമ്പോൾ വീണ്ടും അതിനെ വെട്ടിവിടാറുണ്ട്. എന്തിനാണ് വെട്ടിവിടുന്നത്? കൂടുതൽ അതിന് ശാഖകൾ ഉണ്ടാകാനും, കൂടുതൽ ശാഖകളിൽ അധികമായിട്ട് ഇത് ഫലങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് മുന്തിരികൾ വെട്ടി ഇടയ്ക്ക് വിടാറുള്ളത്. മറ്റു പല ചെടികളും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. വെട്ടുമ്പോൾ ആ ചെടികൾക്ക് വേദനയുണ്ടെങ്കിലും വീണ്ടും ആർത്തിയോടെ കെളുത്ത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ആ ചെടി നട്ട യജമാനൻ അതിനെ വെട്ടിയൊരുക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മൾ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം വെട്ടി ഒരുക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമീപനം, ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവീക സ്വഭാവങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുവാൻ, മക്കളായി മാറുവാൻ ദൈവം നമ്മളെ വെട്ടിയൊരുക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ വെട്ടിയൊരുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല ചെയ്യേണ്ടത്. ഇത് വെട്ടിയൊരുക്കപ്പെടലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില രോഗങ്ങൾ ചിലപ്പോൾ നമുക്കുണ്ടാകാം, ചില അപകടങ്ങൾ നമുക്കുണ്ടാകാം. ചില അപകടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കുറേ ദൈവത്തെ ഓർക്കുന്നതും ദൈവത്തിലേക്ക് അടുക്കുന്നതും കൂടുതൽ വചനം വായിക്കുന്നതും വചനം നമ്മൾ കേൾക്കുന്നതും. ഇപ്പോൾ മേലാതിരിക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? വേറെ എങ്ങും യാത്ര ചെയ്യാൻ പറ്റിയല്ല. അപ്പോഴെന്നാ ചെയ്യും? ടി വി തുറക്കും, ഷാലോൻ ടി വിയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കും. നമ്മൾ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ കുറേ നാളത്തേക്ക് അതിനകത്തോടെയുള്ള ശുശ്രൂഷകളെല്ലാം കണ്ട് വചനം കേട്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ ഒരുക്കപ്പെട്ടു. കണ്ടോ? അപ്പോൾ ദൈവം നമ്മളെ വെട്ടിയൊരുക്കുവാൻ ദൈവത്തിന് പല വഴികളുണ്ട്. ചില തകർച്ചകളുണ്ടാകുന്നു, ചില ബിസിനസ്സിൽ ചില തകർച്ചകളുണ്ടാകുന്നു, ചിലർ നമ്മളെ കൈവിട്ട് കളയുന്നു, ചില ഒറ്റപ്പെടുത്തലുകളുണ്ടാകുന്നു. ഇതെല്ലാം വെട്ടിയൊരുക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചാൽ അവിടെ നമുക്ക് ആത്മീയമായി വളരാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്ത്, ഈ കൊറോണ കാലഘട്ടത്ത് ചില മാസങ്ങളായിട്ട് പലരുടെയും ജീവിതം സ്റ്റക്കായിട്ട് കിടക്കുക. വേണ്ട വിധം ജോലി ചെയ്യാൻ പറ്റുന്നില്ല,
സാമ്പത്തികമായി വലിയൊരു മാന്ദ്യമുണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജോലി നഷ്ടപ്പെടുന്നു പലർക്കും. അപ്പോൾ ഈ കാലഘട്ടത്ത് അനേകർക്ക് പ്രിയമുള്ളവരെ ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തിൽ ശരണപ്പെടുവാൻ, ദൈവ ആശ്രയത്തിലേക്ക് വരുവാൻ ഈ വലിയ ഞെരുക്കം കാരണമായി എന്ന് വ്യക്തിപരമായി കണ്ടറിഞ്ഞ അനേക മക്കൾ പലരും അവർ പറയാൻ പറ്റി, അവർ പറയുകയുണ്ടായി. ഈ കാലഘട്ടത്ത് അത് നന്മയ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റി, ഭാര്യയോടും മക്കളോടൊപ്പം ചെലവഴിക്കാൻ പറ്റി, വീട്ടിലെ കാര്യങ്ങളൊക്കെ, കൃഷി കാര്യങ്ങളൊക്കെ, വീട്ടിലെ പണികളൊക്കെ കുറേ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു. ദൈവത്തെ ഓർക്കുവാൻ, വചനം വായിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പോൾ ഇതൊക്കെ ഉണ്ടായത് നമ്മുടെ വെട്ടിയൊരുക്കലിൻ്റെ ഭാഗമായിട്ടാണ്. ഇതൊരു ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആധ്യാത്മികത വളർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 25-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ വചനത്താൽ നീ ശിക്ഷണം നേടുക, നിനക്ക് വലിയ നന്മയുണ്ടാകും, അഭിവൃദ്ധിയുണ്ടാകും എന്ന്. ദൈവവചനത്താൽ നീ ആ ശിക്ഷണം നേടുക. അപ്പോൾ പ്രിയമുള്ളവരെ, ദൈവവചനത്താൽ നമുക്ക് ശിക്ഷണം ആവശ്യമാണ്. വചനത്തിലൂടെ ദൈവം നമ്മളെ വെട്ടി ഒരുക്കുന്ന അനുഭവങ്ങളുണ്ടാകും. അതാണ് തിമോത്തിക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ 3-ാം അധ്യായം അതിൻ്റെ 16-17 തിരുവചനങ്ങളിൽ പറയുന്നത്, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ശാസനത്തിനും അവ പ്രബോധനത്തിനും തെറ്റുകൾ തിരുത്തുന്നതിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് വഴി ദൈവഭക്തരായ മനുഷ്യർ പൂർണ്ണത കൈവരിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ദൈവവചനം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തരായ മനുഷ്യർ പൂർണ്ണത കൈവരുത്തുന്നു. തെറ്റുകൾ തിരുത്തപ്പെടുന്നതിന്, കണ്ടോ, വിശുദ്ധീകരിക്കപ്പെടുന്നതിന്, തെറ്റുകൾ തിരുത്തപ്പെടുന്നതിന്, നീതിയിലുള്ള ഒരു പരിശീലനത്തിന്, പരിപൂർണതയിൽ എത്തിക്കപ്പെടുന്നതിന് വിശുദ്ധ ലിഖിതം, ദൈവവചനത്തിലൂടെയുള്ള പരിശീലനം പ്രിയമുള്ളവരെ ഏറെ നമ്മളെ സഹായിക്കുന്നു. ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനത്തിലൂടെ, ദൈവവചനം വായിച്ച്, ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. വചനത്തിലൂടെയാണ് ദൈവം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുറവുകളെ കണ്ടെത്തി അതിനെ പരിഹരിക്കുവാനും കളയേണ്ടതിനെ വെട്ടിമുറിച്ച് മാറ്റിക്കൊണ്ട് ഇതാ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി മാറുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള ഒരു പരിശീലനമായിട്ട് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ പരിശീലനത്തിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മളെ വെട്ടിയൊരുക്കും. അത് ശാരീരികമായി മാനസികമായി നമ്മളെ വേദന ഉണ്ടാക്കുന്നതാണ്. എങ്കിലും അത് നമ്മളെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നു. എൻ്റെ മകൻ ഡാനിയേൽ, അവൻ മൂത്ത മകനാണ് എൻ്റെ ഡാനിയേൽ. അവന് ചെറുപ്രായത്തിൽ ഏകദേശം 2-2.5 വയസ്സുള്ള സമയത്ത് അവൻ്റെ കാലും അവൻ്റെ ചന്തി നിറച്ചും ഈ കരപ്പൻ വന്നു. ചൊറി പോലെ പൊട്ടി അളിഞ്ഞ് 2 കാലും ചന്തി നിറച്ചും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തു. അപ്പോൾ വീണ്ടും കൂടുതലായിട്ട് പൊട്ടുക. അവന് കൊച്ചിന് കിടക്കാൻ പറ്റാത്ത അവസ്ഥ, ചില രാത്രികൾ കിടക്കുന്നില്ല. അതിന് മരുന്ന് കൊടുക്കുക, പിന്നെ മാത്രമല്ല നന്നായിട്ട് തേച്ച് കഴുകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ജോലി. അവനെ കല്ലേലോട്ട്,
പ്രിയമുള്ളവരെ, അവൻ്റെ ചന്തിയും കാലെല്ലാം നന്നായിട്ട് ഒരച്ചങ്ങ് കളയുക. അവിടെ ഉണ്ടായിരുന്ന അഴുക്കും പഴുപ്പും എല്ലാം ഇതാ നമ്മൾ ഒരച്ചെത്തി അവൻ കിടന്ന് പിടയുക. രണ്ടുപേരും അപ്പുറയും ഇപ്പുറയും പിടിച്ച് അമർത്തി ബലമായിട്ട് പിടിക്കുക. കൊച്ചു കിടന്നു വേദനിക്കുന്നുണ്ട്, അവൻ കിടന്ന് വാവിട്ട് കരയാ. പക്ഷേ അവൻ്റെ കരച്ചിലൊന്നും നോക്കാതെ നമ്മൾ എന്ത് ചെയ്തു? ചകിരിയിട്ട് ഒരച്ച് തേച്ച് കഴുകി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി. അപ്പോൾ ചോര വരാൻ തുടങ്ങി. 3 ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ മരുന്നും പുരട്ടുന്നുണ്ട്. അവൻ്റെ അത് പെട്ടെന്ന് കരിയുവാനായിട്ട് തുടങ്ങി, പെട്ടെന്ന് കരിയാൻ തുടങ്ങി. കൊച്ചിന് വേദനിക്കുന്നുണ്ടെങ്കിലും കൊച്ചിൻ്റെ നന്മയെ പ്രതി അവന് സൗഖ്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? അവന് വേദനിക്കുന്ന കാര്യമാണെങ്കിലും അപ്പനായ നാം അവനെ തേച്ച് കഴുകി അവസാനം മരുന്നും പുരട്ടി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കരിയുവാനായിട്ട് തുടങ്ങി. ദൈവവും ഇതുപോലെ തന്നെയാണ് നമ്മളെ ചില സമയങ്ങളിൽ, ചില നേരങ്ങളിൽ, ചില അവസരങ്ങളിൽ പ്രിയമുള്ളവരെ വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, ദൈവ മക്കളെന്ന പദവിയിലേക്ക്, ദൈവീക സ്വഭാവത്തിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മൾ ഉയരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വെട്ടിയൊരുക്കൽ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ കൂടുതൽ അതിനെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും സാധിക്കും. നമുക്കിതിനായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുത്തൻ അഭിഷേകം കർത്താവേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും 10,000ങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, വേദനകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, ഒറ്റപ്പെടുത്തലുകളെല്ലാം കർത്താവേ അത് നിന്റെ ശിക്ഷണമായിട്ട് കാണുവാനായിട്ടും ദൈവമേ നീ അവരെ പരിശീലിപ്പിക്കുന്ന അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് കാണാനും കൃപ അവരുടെ മേൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവിക ശിക്ഷണത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവിക ശിക്ഷണത്തെ കർത്താവേ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ കൃപ ഇവരുടെ മേൽ ഒഴുകട്ടെ. ദൈവിക കൃപയും അഭിഷേകവും ഈ മക്കളുടെ മേൽ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ശക്തിയോടെ വ്യാപരിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധിയിലേക്കുള്ള ആ പരിശീലനത്തിനായി നീ ഇവരെ തൊടണമേ, ഇവരെ സ്പർശിക്കണമേ, വെട്ടി ഒരുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.